യാക്കോബായ സഭ ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട്. ശരി. യാക്കോബായ സഭ കത്തോലിക്ക വാഴിക്കൽ ചടങ്ങിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ക്ഷണിച്ച് ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ. പാത്രിയാർക്കീസ് ബാവയ്ക്ക് വേണ്ടി മലങ്കര സഭയുടെ ചുമതലയുള്ള പാത്രിയാർക്കൽ സെക്രട്ടറിയാണ് സുരേഷ് ഗോപിയെ ക്ഷണിച്ചത്. കേന്ദ്ര സംഘത്തിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തിയില്ലെന്ന വിവാദം നിലനിൽക്കെയാണ് ക്ഷണമുള്ളത്. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി നൽകും. അശ്വിൻ, ഈ കേന്ദ്ര സംഘത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ക്ഷണം എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ പറയൂ അശ്വിൻ. ശ്രീനിത, കേന്ദ്ര സംഘത്തെ അയക്കുന്നു എന്നുള്ള വാർത്ത പരന്നതിന് പിന്നാലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നത് സുരേഷ് ഗോപി ആവും എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ കൂടി പടർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുമാണ്. അങ്ങനെ ഇന്നലെ ഈ കേന്ദ്ര സംഘത്തിന്റെ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ സുരേഷ് ഗോപി ഇല്ല. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് അത് പോകുന്നത്. അതിൽ ബെന്നി ബെഹനാൻ MP, BJP നേതാവ് അൽഫോൺസ് കണ്ണന്താനം, ഷോൺ ജോർജ് എന്നിവരാണ് സംഘത്തിൽ അടങ്ങുന്നത്. അതിനെതിരെ ഈ ലിസ്റ്റിൽ സുരേഷ് ഗോപി ഉൾപ്പെടുത്താത്തതിനെതിരെ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. എന്തായാലും ആ വിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് പാത്രിയാർക്കീസ് ബാവ സുരേഷ് ഗോപിയെ നേരിട്ട് ലെബനോണിൽ നടക്കുന്ന കാതോലിക്ക വാഴ്ച ചടങ്ങിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് ഇമെയിലായി ലഭിക്കുന്നത്. ഇനിയിപ്പോൾ സുരേഷ് ഗോപി പങ്കെടുക്കുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും വിവാദങ്ങൾക്ക് പിന്നാലെ അല്ലെങ്കിൽ ഈ കേന്ദ്ര സംഘത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടുത്തുമോ എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അല്പസമയം മുമ്പ് ഓർത്തഡോക്സ് സഭ ഈ കേന്ദ്ര സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെ അയക്കരുതെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രിസഭയ്ക്കും ഒപ്പം രാഷ്ട്രപതിക്കും ഒരു കത്ത് കൂടി അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിവാദങ്ങൾ കത്തു നിൽക്കുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയെ സുരേഷ് ഗോപിയെ നേരിട്ട് വിളിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പുറമെ മറ്റാർക്കും പാത്രിയാർക്കീസ് ബാവ നേരിട്ടൊരു കത്ത് അയച്ചിരുന്നില്ല. അങ്ങനെ ഒരു കത്ത് ആദ്യമായാണ് സുരേഷ് ഗോപിക്ക് അയക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇനി അറിയേണ്ടത് സുരേഷ് ഗോപി പോകുമോ എന്നുള്ളതാണ്. ശ്രീനിത.